ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിവാദങ്ങൾ നമ്മുടെ ദ്വാരപാലകർ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികളെന്നും അതല്ല അത് പൂശാണെന്നുമുള്ള സംസാരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ 1998-99 കാലത്ത് വിജയമല്യ സ്വർണം പൊതിഞ്ഞു എന്നാണ് റെക്കോർഡുകളിലുള്ളത്. പക്ഷേ 2019 അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി മദ്രാസിൽ പ്ലേറ്റ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയപ്പോൾ അത് ചെമ്പ് പാളികളായിട്ട് മാറി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുള്ളിയെ വിശ്വാസത്തിലെടുത്ത് എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ഉണ്ടായത്. ഇത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിന് ശേഷം 40 ദിവസം കഴിഞ്ഞാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയത്. ആ സമയത്ത് അവർ പറയുന്നത് അത് ചെമ്പ് പാളിയും ആയിരുന്നു എന്നാണ്. പക്ഷേ അവരുടെ റിപ്പോർട്ടുകളിലും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. കാര്യം ഇന്നലെ അതിൻ്റെ ഒരു വക്താവ് പറഞ്ഞത് കിലോയിൽ വന്ന വ്യത്യാസം ചെമ്പ് പാളി ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസാണെന്നുള്ളത്. അതെനിക്ക് മനസ്സിലായില്ല, അതെങ്ങനെയാണ് ഇത്രയധികം ലോസ് വരുന്നതെന്നുള്ളത്. കാര്യം 5 കിലോയുടെ ലോസൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മെറ്റീരിയൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ 5 കിലോയോളം അത് വേസ്റ്റായി പോയി എന്ന് പറയുന്നത് ഒരിക്കലും അത് സംശയത്തിൻ്റെ നിഴലിലാണ്. അതും നമ്മളിപ്പോൾ അദ്ദേഹത്തിലേക്ക് സംശയങ്ങൾ നീണ്ടുപോയില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. അതുപോലെ 19 കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മെറ്റീരിയൽ പ്ലേറ്റ് ചെയ്തെങ്കിൽ അതൊരു 3 വർഷം 4 വർഷം കഴിയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കളറ് മങ്ങുന്നതെന്നുള്ളതും വളരെ സംശയമാണ്. ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ്സാണ് അതിനകത്ത് നോക്കുന്നത്. ഇതുപോലുള്ള മെറ്റീരിയൽ ഇതുപോലെ വർഷങ്ങൾ നിൽക്കേണ്ട സാധനം എന്തായാലും ആ ഗോൾഡിൻ്റെ തിക്നെസ് വളരെ ചെറിയ രീതിയിൽ ചെയ്യുകയില്ല. ഏറ്റവും ചെറുതായിട്ട് ചെയ്താൽ പോലും 0.02 മൈക്രോണാണ് ഇതിൻ്റെ തിക്നെസ് പറയുന്ന മൈക്രോണിലാണ്. ആ 0.02 തിക്നെസ് മൈക്രോണിൽ ചെയ്താൽ മാത്രമേ അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കളർ വ്യത്യാസം വരാം. പക്ഷേ ഇതുപോലുള്ള സാധനങ്ങൾ അതിലും വലിയൊരു തിക്നെസ്സിലായിരിക്കും ചെയ്യേണ്ടത്. മറ്റേ വെറും ഒരു മുക്കിയെടുക്കുന്ന പ്രക്രിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ അന്ന് ചെയ്ത പ്രവൃത്തിയിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാകെ മൊത്തം അവിടെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഇപ്പോൾ. കാര്യം ഇതുപോലെ വളരെ സങ്കീർണമായ കാര്യങ്ങൾ, വളരെ കെയർ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോക്കോളുകളുണ്ട്. അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് 2019 നടന്ന സാധനം. എന്നിട്ടും അന്ന് ചെയ്ത വ്യക്തിയെ അന്ന് ചെയ്ത് ഇതുപോലെ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനം വീണ്ടും ആ വ്യക്തിക്ക് തന്നെ എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് എത്രയോ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഒരു സ്ഥലവും എത്രയോ ഭക്തജനങ്ങളുടെ കണ്ണീരിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഈ അവർ കൊടുക്കുന്ന സ്വർണ്ണങ്ങളുമാണിത്. ഇതിനകത്ത് വളരെയധികം ദുരൂഹതകളുണ്ട്. ഇത് ശക്തമായിട്ട് ഇതിനകത്ത് ഭക്തജനങ്ങൾ പ്രതികരിക്കേണ്ടതായ ഒരു പ്രശ്നമാണുള്ളത്. ഇത് സത്യസന്ധമായ രീതിയിൽ ഇതിൻ്റെ അന്വേഷണം കൊണ്ടുവരണം. ഇതിന് കുറ്റക്കാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാവുകയും വേണം. ഭക്തജനങ്ങൾ അത് വ്യക്തമായിട്ട് ഇതിനെന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ സർക്കാർ അത് ഭക്തജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം. ഈ 2019
ഇനി അവിടെ പോയത് ചെമ്പുപാളിയാണ് എന്ന് ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിലും ഇതിന് മുമ്പ് എന്നെങ്കിലും ആയിരിക്കും ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും ഇതിൻ്റെ അന്വേഷണത്തിൽ കൊണ്ടുവരണം. കാര്യം 98-ന് ശേഷം അവിടെ എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടോ, ആ സമയങ്ങളിൽ ഇത് ഇളക്കിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. കാര്യം 2019 കൊണ്ടുപോകുന്ന ചെമ്പുപാളിയാണെന്ന് അവരൊക്കെ പറയുന്നു. അതൊരു മുഖവിലയ്ക്ക് എടുത്താലും അവിടെ സ്വർണം പൊതിഞ്ഞ സാധനം 98-ലുണ്ടല്ലോ. ആ സാധനം എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഭക്തജനങ്ങൾക്ക് അറിയേണ്ടത് അത് തന്നെയാണ്. അതിന് സമഗ്രമായ ഒരു അന്വേഷണം അത്യാവശ്യമാണ്. ആ രീതിയിൽ തന്നെ സർക്കാർ ഇടപെടും എന്നുള്ള വിശ്വാസത്തോടെ നമുക്കിരിക്കാം.